ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ, നിങ്ങളുടെ നല്ല സമയം തുടങ്ങാറായോ, നിങ്ങളുടെ സമയം എങ്ങനെയെങ്കിലും ചേഞ്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. 2026 നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ തിരികെ ലഭിക്കാൻ ഉള്ള സാഹചര്യമായോ അല്ലെങ്കിൽ തിരികെ ലഭിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതിന് മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ്ങിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് സോർഡ്സ്, ഫൈവ് ഓഫ് കപ്സ്, സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ്, ദ ഫുൾ. വട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നതിലധികം സ്പീഡിലായിട്ട് ആ ഒരു ആക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. 8 എന്ന് പറയുമ്പോൾ ഇതൊരു അബണ്ടൻസിന്റെ നമ്പറാണ്. അതായത് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ, നിങ്ങളുടെ ജോലിക്കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെ വലിയ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വളരെ വലിയ ഒരു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടാനുള്ള സാധ്യതയാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ അതിനായിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്ത് ആരെയെങ്കിലും കാണാനോ സംസാരിക്കാനോ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് വളരെയധികം ഫാസ്റ്റിലാണ് ഈ ഒരു എനർജി വരുന്നത് എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഭാഗ്യമില്ലാതിരുന്നു 2025 നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു പ്രോഗ്രസ്സും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഉദ്ദേശിച്ച പോലെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിനായാലും മറ്റ് പല കാര്യങ്ങളിലേക്കായാലും നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടിയില്ല. അതിൻ്റെതായ ഒരു നിരാശയിലാണ് പലരും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. കുറെ കാലം കൊണ്ടേ നിങ്ങൾ പരിശ്രമിച്ചിരിക്കുന്ന എന്തൊക്കെയോ കാര്യത്തിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെതായ ഒരു വിവരം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ നിങ്ങളത് വീണ്ടും അതിന് അതിസ്പീഡിൽ അതിൻ്റെ ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എനർജിയിൽ വളരെയധികം പാഷനേറ്റ് ആണ്. ഇത് വാൺസ് അല്ലേ, വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ ഇത് വളരെയധികം സ്പീഡിലാണ് നിങ്ങൾ
നിങ്ങളിലേക്ക് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലുമായിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടോ, അവരുമായിട്ടൊരു കോണ്ടാക്റ്റിൽ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്, ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി കാലം കൊണ്ടേ നിങ്ങൾ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരായാലും ശരി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ മറ്റു ബന്ധുക്കളാവാം, നിങ്ങളുടെ സഹോദരങ്ങളാവാം, അല്ലെങ്കിൽ ലവേഴ്സ് ആവാം, കപ്പിൾസ് ആവാം, ആർക്കുമാകാം. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഇവിടെ പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എനർജിയാണ് ഇവിടെ അത്ര ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുമായി കൂടിച്ചേരാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജോലിക്കാര്യത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ നിങ്ങൾ സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജി. എങ്ങനെയെങ്കിലും നിങ്ങൾ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി വന്നില്ല. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ പല ജോലികൾ നോക്കി, അതിലൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് പോയ വർഷം സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് വന്നു ചേർന്നില്ല. നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കാര്യവും നിങ്ങളുടെ ബിസിനസ്സിൽ വന്നു ചേർന്നിട്ടില്ല. നിങ്ങൾ സ്വയം തുടങ്ങിയതാണ് ചില കാര്യങ്ങളൊക്കെ. അതിൽ നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ ഒന്ന് ഭദ്രമാക്കാൻ വേണ്ടി നിങ്ങൾ തുനിഞ്ഞിറങ്ങിയ ചില കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പരാജയമായിരുന്നു സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് കിരീടം വെച്ച് റാണിയായിട്ട് വാഴാനുള്ള ഒരു സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് പോകെ പോകെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും, ആ ഒരു എനർജി എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, 5 ഓഫ് സോഡിന്റെ എനർജിയാണ് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. 5 ഓഫ് സോഡും വന്നിട്ടുണ്ട്, ഇവിടെ 3 ഓഫ് സോഡും വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഏതെങ്കിലും മാനസിക സംഘർഷത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് മാനസിക സംഘർഷത്തിലാണ് നിങ്ങൾ. ഇനി അതുപോലെ അതുമല്ല, നിങ്ങൾക്ക് അല്പമൊക്കെ ഈഗോയുള്ള കൂട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും മുന്നോട്ട് ജയിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് വരണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് വന്ന് എല്ലാവരുടെയും മുൻപിൽ ഒരു വിജയിയാകുന്ന ഒരു സാഹചര്യം അടുത്തു വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിൽ കരുതുന്നുണ്ടാവണം, നിങ്ങൾക്കൊരു സക്സസിലേക്ക് വരണമെന്ന്. എന്തായാലും ശരി, എങ്ങനെയായാലും മറ്റുള്ളവരോട് കള്ളം പറഞ്ഞാലും വേണ്ടില്ല, അല്ലെങ്കിൽ കുറച്ച് അഹംഭാവം കാണിച്ചാലും ഈഗോ കാണിച്ചാലും കുറച്ച് അതിസാമർഥ്യം കാണിച്ചാലും എങ്ങനെയായാലും നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വിധത്തിലായാലും അല്ലെങ്കിൽ ഏത് വിധത്തിലായാലും, മനസ്സിലായോ, എന്ത് നിങ്ങൾ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ടായാലും, എന്ത് കള്ളം പറഞ്ഞാലും വേണ്ടില്ല, എന്തൊക്കെ നിങ്ങളുടെ അതിസാമർഥ്യം കാണിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ ചില അസുഖങ്ങളിലായിരിക്കാം, അസുഖം ബാധിച്ചിട്ടുണ്ടാവാം, മറ്റുള്ളവർ നിമിത്തം നിങ്ങൾ കുറച്ച് വിഷമിക്കുന്ന അവസ്ഥയാവാം. പക്ഷെ അവിടെ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരാതിരിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഏസ് ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. വളരെ വലിയ ചേഞ്ചസ് ആണ് നിങ്ങൾക്കിവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഈ ഒരു 3 ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള എനർജി ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിമിത്തം നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന എനർജിയിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു വിഷമം നിങ്ങളെ ഇപ്പോൾ വിട്ടകലുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പൊ എത്രമാത്രം ദുഃഖത്തിൽ നിങ്ങൾ ഇരുന്നാലും ഈ ദുഃഖം നിങ്ങളിൽ നിന്നും പാടെ മാറിപ്പോകുന്നു, അകന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടാവാം, അതുമല്ല എങ്കിൽ പൂർണ്ണമായിട്ട് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അതിനായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാവാം. ഇനി അതുമല്ല മറ്റാരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം, പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ അത്യധികം സ്നേഹിച്ചു പോയ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷെ അത് നിങ്ങളുടെ കർമ്മയായിരിക്കാം, അത് നിങ്ങൾ അനുഭവിച്ചു കഴിയുന്നു. അതിൻ്റെതായ ഒരു കാലാവധി നിങ്ങൾക്ക് ഇവിടെ തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ 5 ഓഫ് കപ്സിന്റെ എനർജി കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചിരിക്കാം. സോറി. അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലൂടെയും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം
ഇപ്പോഴത്തെ ഈ ഒരു സമയം, കാരണം നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്നും വിട്ടകലാൻ വേണ്ടി നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകുന്നു, ഒരു മോചനം ലഭിക്കാൻ പോകുന്നു. ഇവിടെ ഈ മോചനം ലഭിക്കുന്നത് ഏതൊക്കെ കാര്യത്തിൽ നിന്നാണ്? ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നും നിങ്ങൾ ഒരേ എനർജിയിൽ തങ്ങിയിരിക്കുകയില്ല, മാറി മാറി വരും. നിങ്ങൾക്കിത് ഈ ഒരു സമയം മാറുന്നുണ്ട്. കുറച്ചു കാലം കൊണ്ട് നിങ്ങൾ കഷ്ടതയിലായിരുന്നിരിക്കാം. അപ്പോൾ കുറച്ചു കാലം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ദുഃഖം, അതായത് ചില അസുഖങ്ങളിൽ നിങ്ങൾക്കൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾ ആധിയേറിയിരുന്ന ചില അസുഖങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. ദുഃഖങ്ങളൊക്കെയും നിങ്ങളെ വിട്ടുമാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത്രമാത്രം കഠിനത അനുഭവിച്ചിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന്, സാഹചര്യം ഒന്ന് മാത്രമല്ല പല സാഹചര്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ പോയ കാലത്ത് നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കാം. സാമ്പത്തിക നഷ്ടം വരാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ നഷ്ടം വരാം. ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് നഷ്ടമുണ്ടായിരിക്കാം. അസുഖങ്ങൾ, ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തീരാനഷ്ടം ഉണ്ടായി കാണും. ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിങ്ങൾക്ക് നഷ്ടമാകാൻ വന്നിരിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാകുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പുതിയ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ ഇവിടെയും കാണാൻ തുടങ്ങുന്നത്. ഇവിടെ സ്നേഹമില്ല, ഞാൻ സ്നേഹിച്ചതുപോലെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം കുറച്ചൊക്കെ സൗഭാഗ്യങ്ങളുണ്ട്, പക്ഷെ ഉള്ളത് കാണുന്നില്ല. കാണാതെ ഇല്ലാത്തതിനെ ഓർത്തിട്ട് വിഷമിക്കുന്നു. കുറച്ച് സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്, പക്ഷെ വിചാരിക്കുന്നത് പോലെ സ്നേഹം കിട്ടുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവരെന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളം മുഴുവനും. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇനി പരിപൂർണമായ സ്നേഹം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, ഈ ഒരു 2 കാർഡ്സും പറയുന്നത് എന്താണ്? പരിപൂർണമായ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടേത്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ പലരും ഒറ്റപ്പെട്ടു എന്നുള്ള വിചാരത്തിൽ കഴിയുന്ന എനർജി ഉണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു വിടുതൽ വരാൻ പോകുന്നു. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും എന്താണ്? ഉള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദിയാണ് പറയേണ്ടത്. ദൈവം തന്നിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, ചില സന്തോഷങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സാധ്യമായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് പോയതിനെ കുറിച്ച് ഓർത്തിട്ടാണ്, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടപ്പെടുന്നത്. അത് വേണ്ട, ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അടുത്തതായിട്ട് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മുഴുവനും സന്തോഷത്തിലേക്ക് നീങ്ങുന്നു. പുതിയ പ്രകാശം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. 1+9 10 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു തുടക്കമാണ്. കണ്ടില്ലേ, ജീവിതത്തിന്റെ ഒരു തുടക്കം. എല്ലാ കാര്യങ്ങളുടെയും നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല സന്തോഷത്തിൻ്റെതായ, നല്ല അനുഗ്രഹങ്ങളുടേതായ ഒരു തുടക്കമാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. കാരണം ഇരുളടഞ്ഞ റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വെളിച്ചത്തിലേക്ക് പോകാം. പ്രതീക്ഷകളുടേതായ ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരാൻ പോകുന്നുണ്ട്. പ്രതീക്ഷകളുടെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നുണ്ട്. മനസ്സിലായി? ഇതൊക്കെ ഒരു ആഗ്രഹ സഫലീകരണമാണ്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ദിനങ്ങളിലേക്കുള്ള തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത്. കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളുടേതായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. കുടുംബം ഒത്തുചേർന്ന സന്തോഷത്തിലേക്ക് പോകുന്നു. ധനപരമായ സമൃദ്ധി, ഭൗതികമായ സമൃദ്ധി, സ്പിരിച്വൽ ആത്മീയപരമായ സമൃദ്ധി, ഇതെല്ലാം ഇവിടെ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായി? ഇതെല്ലാം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമൃദ്ധിയിലാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ നല്ല സമയം അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇതുവരെ ഇല്ലാതിരുന്ന നിഷ്കളങ്കമായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു, ദൈവികമായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. എവിടെ നിന്നെങ്കിലുമൊക്കെ ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു.
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കാൻ, ചില പ്രേമബന്ധങ്ങൾക്ക്, ചില പ്രണയബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ചില വിവാഹ കാര്യങ്ങൾ ഇതുവരെയും നോക്കിയിരുന്നിട്ട് ലഭിക്കാതെ നിരാശയടഞ്ഞ ചില ആൾക്കാരുണ്ടായിരിക്കാം, നിരാശയിൽ കഴിയുന്നവർ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇവിടെ പുതിയ ചില സന്തോഷങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ദൈവാനുഗ്രഹത്തോടു കൂടിയതാണ്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇവിടെയും അതുപോലെ തന്നെയാണ്, ഇവിടെയും വിവാഹം നടക്കാനുള്ള എനർജിയാണ്. അപ്പൊ ഇവിടെ പുതിയ വീടായി, പുതിയ ജോലിയായി, വാഹനം വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡിൽ ഒരുപാട് സന്തോഷങ്ങളുടെ എനർജിയാണ് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ സോക്കപ്സ് നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഒരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് ഡിവൈനായിട്ട് കൊണ്ടുതരുന്ന ഒരു തുടക്കമാണ്. നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ട് ഇതുവരെ സഫലമാകാത്ത ചില ആഗ്രഹങ്ങളുടെ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവർ, ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാത്ത, അതുപോലെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെയും വന്നിരിക്കുന്നു. അവരിൽ നിന്നും ഒരു മോശമായ പ്രവൃത്തി പോലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹൃദയം വഴിഞ്ഞൊഴുകുന്ന പ്രണയമാണ് നിങ്ങളോട് ആർക്കൊക്കെയോ തോന്നുന്നത് എന്നാണ് കാണുന്നത്. അത്തരത്തിലുള്ള സ്നേഹത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. മനസ്സിലായി? ഇവിടെ ഹൃദയം വഴിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്. അപ്പൊ ഈ ഒരു സ്നേഹത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ചതി പറ്റില്ല, ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളുടേതായ വർഷമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം, നിങ്ങൾക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെതായ അപ്പുറം നിങ്ങൾക്ക് തിരികെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തുടക്കമാണ്. അടുത്തതായിട്ട് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും വിശ്വസിക്കാത്ത ചില കാര്യങ്ങളിൽ വിശ്വസിച്ചു പോകുന്ന എനർജിയാണ് ഇവിടെ. പലരും നിങ്ങളിപ്പോൾ ഇതുവരെയും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ട് അത്യാവശ്യമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ നിങ്ങൾ നിഷ്കരുണം തള്ളിയിട്ടുണ്ടാവാം നിങ്ങളുടെ വിജയത്തെ. അപ്പൊ ഇനിയും നിങ്ങൾ അത് വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി ആത്മീയപരമായ കാര്യങ്ങളെ കുറിച്ച് ഉണർവ് കൂടുതൽ ഉണ്ടാകുന്നു, അതിൽ വിശ്വസിക്കുന്നു, യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു. ആ ഒരു സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു എങ്കിലും നിങ്ങൾക്ക് അതൊരു ബാഹ്യമായ പ്രകടനം മാത്രമായിരിക്കാം. പക്ഷെ ഇനിയാണ് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ റിയാലിറ്റിയിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലാതെ ചിലപ്പോൾ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ചില തോൽവികളുടെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്തരം തോൽവികൾ വന്നു, അല്ലെങ്കിൽ ദുഃഖങ്ങൾ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നു, അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും വലിയ ഒരു സക്സസ്സിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങാൻ പോകുന്നത്. ജീവിതത്തിന്റെ നല്ലൊരു തുടക്കത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു. അത് ദൈവത്തിലുള്ള അമിതമായ വിശ്വാസവും നിങ്ങളുടെ പ്രവൃത്തിയും നിമിത്തം നിങ്ങൾക്കത് സക്സസ്സിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാവേ. ഇവിടെ പുതിയ തുടക്കമാണ്. കണ്ടില്ല, ചില യാത്രകൾ, നിങ്ങൾക്കിവിടെ ചില യാത്രകൾ സാധ്യമാകുന്നു. ചിലപ്പോൾ വിദേശത്ത് പോകാൻ നോക്കിയിരിക്കുന്നവർക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സഫലമാകുന്നു. തുടക്കമാണ്. ഇവിടെ തുടക്കം വന്നിട്ടുണ്ട്. ഇവിടെയും ചില കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് വെച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ചിലപ്പോൾ ചില പുതിയ ജോലിയിലേക്ക് കടക്കുന്നതാവാം. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം. അത് ബുദ്ധിപൂർവം ചില യാത്രകൾ അതുകൊണ്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ 2ാമത്തെ അധ്യായം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്ന 3 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട്. അത്യധികം ആവേശത്തോടുകൂടി നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ചില കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനോ ആണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇനി അടുത്തായിട്ട് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തിക ബാധ്യത ഉണ്ട് എങ്കിൽ അത് നികത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ 2-3 പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും അതിന്റെ ബാധ്യതകൾ തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സാമ്പത്തികപരമായ ബാധ്യതകളെ ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ വാൺസ് ഫയർ സൈൻ, ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് സോഡ എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥ ചിലത് മനസ്സിലാക്കുമ്പോൾ എനിക്കത് വേണ്ട, മനസ്സിലായി, ചില കാര്യങ്ങൾ എനിക്ക് വേണ്ട, ഞാൻ അതിനെ പാടെ ഉപേക്ഷിക്കുന്നു, അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പരാജയത്തിനടിമപ്പെട്ടു പോയത് എന്ന് ചില സ്വഭാവങ്ങളെ കൊണ്ട് നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, നിങ്ങളുടേതായ സ്വഭാവങ്ങൾ. അപ്പോൾ അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നിരിക്കാം. മോശമായ ചില സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ചില സ്വഭാവങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിട്ടു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആത്മീയപരമായ പാതയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുവഴി ധാരാളമായിട്ട് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ 10 ഓഫ് വാൺസ്, കാരണം തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിരുന്ന ചില കാര്യങ്ങൾ, തോൾ നിറയെ ഭാരം വഹിച്ചിരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ തീരാറായിരിക്കുന്നു. എന്നിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 10 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ 1ലേക്ക് പോകാൻ തുടങ്ങുന്നു, മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരുപാട് ഭാരം ചുമന്ന ജീവിതമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മോചനം ലഭിക്കുന്നു, നല്ലൊരു തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെ 111 വന്നിട്ടുണ്ട്. ഇവിടെ സൺ എനർജി 1 ആണ്, ഏസ് ഓഫ് കപ്സ് 1 ആണ്, ഇവിടെ 10 ഓഫ് വാൺസ് 1 ആണ്, 111 വന്നിട്ടുണ്ട്. അതുപോലെ ചില ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് 8 നമ്പർ വന്നിട്ടുണ്ട്. 8 നമ്പർ വന്നിരിക്കുന്നത് തന്നെ എന്താണ്, നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെതാണ്. അപ്പോൾ പോയ വർഷത്തെക്കാളും നിങ്ങൾക്ക് കൂടുതലായിട്ടും സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ നോക്കാവേ. നിങ്ങൾ ഇതുവരെയും പേടിയുടെ കെണിയിൽ അകപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് ആണ്. ആർക്കെങ്കിലുമൊക്കെ സ്നേഹത്തിൻ്റെതായ ഓർമ്മകൾ അയവിറക്കുന്നുണ്ടായിരിക്കാം. പഴയ സ്നേഹത്തെ ഓർത്തിട്ട്, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ചിലരുടെ നല്ല സ്നേഹത്തെ ഓർത്തിട്ട് നിങ്ങൾക്ക് ആ ഓർമ്മകൾ അയവിറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ട്രാപ്ഡ് ഇൻ ഫിയർ വന്നിട്ടുണ്ട്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്രതിസന്ധികൾ, ഇവിടെ 8 വന്നിരിക്കുന്നു കണ്ടില്ല, ഇവിടെ 8 ആണ്, ഇവിടെ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 8 ആണ്, 8 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിങ്ങളിൽ ഉണ്ടാവാം. ആ സമയത്തൊക്കെ നിങ്ങൾ എന്താണ് അതിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ അതിനോടൊപ്പം തന്നെ പോകുക. പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ അതിനോടൊപ്പം ഇതെനിക്ക് വലിയ കാര്യമൊന്നുമല്ല, എനിക്കിത് നാളെ സോൾവ് ആക്കാൻ അറിയാം എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, മനസ്സിലായോ? അല്ലാതെ അതിനെ തടുത്തു നിർത്തിയിട്ട് എതിരിടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണ്ട് പോകും, മനസ്സിലായോ? അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുത്. ഗോ വിത്ത് ദ ഫ്ലോ, മനസ്സിലായോ? ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുക, അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരുപാട് ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന ചില സമയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേടിയിൽ പെട്ടിട്ട് ചിലപ്പോൾ അന്യദേശത്തൊക്കെ വസിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ ഒക്കെയും വിഷമിച്ചിട്ട് ഒരു മുറിക്കുള്ളിലിരുന്ന് കരയുന്ന അനുഭവം ഉണ്ടാകും. ചിലപ്പോൾ ജോലി കിട്ടാൻ വിഷമിക്കാം, ചിലപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാം, ചിലപ്പോൾ കുടിവെള്ളം കിട്ടാനില്ല, ഭക്ഷണം നല്ലതായിട്ട് സമയത്ത് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ നടക്കും എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ മുറിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കാൻ ശ്രമിക്കുന്നു പേടിച്ചിട്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനപ്പുറത്തൊരു വെളിച്ചമുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ ഈ വെളിച്ചത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, പാഷൻ ഇഗ്നൈറ്റഡ് ആണ്, ആവേശം ആളിക്കത്തും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തേക്ക്.
ഈ ഒരു വർഷത്തേക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന എനർജിയാണിത്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. കോൺഫിഡൻസ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ആവേശം അതിര് കടക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് കോൺഫിഡൻസ് വരുന്നത്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ആവേശം ഉണ്ടാകുന്നത്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, 1111 ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ 111 ആയിരുന്നു നേരത്തെ വന്നിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു നമ്പർ കൂടി 1 ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അതുപോലെ 1111 നമ്പർ ഒരുപാട് പേർ കാണുന്നുണ്ടായിരിക്കും അല്ലെ? ഇതെന്താണ്, നിങ്ങളുടെ നല്ല സമയത്തിന്റെ ആരംഭമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് ഈ 1111 എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നത്. മനസ്സിലായി? ഇതൊരു വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പറാണ്. നമ്മൾ ഇതൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ, അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്, അല്ലാതെ നമ്മൾ കരുതിക്കൂട്ടി കാണുകയല്ല. ഇത് അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ മുൻപിൽ വന്നു ചേരും, അല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചുണർത്തി കാണിക്കുകയാണ്. ദാ നിന്റെ സമയം തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ നല്ല സമയം തുടങ്ങാറായിരിക്കുന്നു, അതിന്റെ ഒരു ആരംഭമായിരിക്കുന്നു എന്ന്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ അതാണ് 1111 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്തതായിട്ട് കണ്ടില്ലേ, ട്രയംഫാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയക്കൊടി പാറിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു വർഷം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾക്ക് പഴയതിനേക്കാൾ അപേക്ഷിച്ചിട്ട് ഒരുപാട് നിങ്ങളുടെ സമയം നല്ലതാവാൻ പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്ന എനർജി ഉണ്ട്. കണ്ടില്ല, മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ തോൽപ്പിച്ച, നിങ്ങൾ ഒരിക്കലും വിജയിച്ചു വരുത്തില്ല, നിങ്ങളൊരു വലിയ പരാജയമാണ് എന്നൊക്കെ നിങ്ങൾക്ക് വിധി എഴുതി വെച്ചിരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുൻപിൽ നിങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ സാധിക്കുന്നു. മനസ്സിലായി? നിങ്ങൾ മോശക്കാരല്ല എന്ന് അവരെ കൊണ്ട് പറയിക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ വലിയ എനർജിയിലേക്കാണ്, വളരെ വലിയ ഒരു സക്സസിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നത് എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.